സമസ്തയുടെ വിമർശനം തുടരുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരണം തുടരുകയാണ് മുസ്ലിം ലീഗ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ ആശംസകളുമായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി രംഗത്തെത്തിയിരുന്നു. സക്കാത്ത് ക്യാമ്പയിനിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആരാധനയെ അട്ടിമറിക്കുകയാണ് എന്നാണ് സമസ്ത പറയുന്നത്. നേരത്തെ മുനവർ അലി തങ്ങൾ ആശംസ നേരുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഈ സമസ്തയുടെ വിമർശനം തുടരുന്നതിനിടയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് സഹകരണം തുടർന്നുകൊണ്ട് പോകുന്നത്. എന്താണ് ലീഗ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് ജനങ്ങൾ ചോദിക്കുന്നതും. ഒപ്പം ഈ സമസ്ത ലീഗ് പോര് അവസാനിക്കാത്തൊരു തലത്തിലേക്കല്ലേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്? സമസ്ത മുസ്ലിം ലീഗ് തർക്കം ഒരിക്കലും അവസാനിക്കാത്ത ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. CAC-യുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ ഒരുപാട് മാനങ്ങൾ കടന്നുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഈ CAC-യുമായി ബന്ധപ്പെട്ട തർക്കത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളാണ് CAC നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണങ്ങളുമായി സമസ്ത രംഗത്തെത്തിയിരുന്നു. ആ സമയത്തും CAC-ക്കൊപ്പം നിൽക്കാനാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളും മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായത്. CAC-യുടെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ, അവർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനാണ് സക്കാത്ത് ക്യാമ്പയിന്റെ ഉദ്ഘാടകനായിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പിയെ നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിന് കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായതിനാൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിനാൽ അദ്ദേഹം ഈ സക്കാത്ത് ക്യാമ്പയിന് ആശംസകളുമായി നേർന്നുകൊണ്ട് ഒരു വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എല്ലാവരും സക്കാത്ത് ക്യാമ്പയിനുമായിട്ട് സഹകരിക്കണമെന്നാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു പരിപാടിയാണ് സക്കാത്ത് ക്യാമ്പയിൻ. സംസ്ഥാന വ്യാപകമായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് അംഗങ്ങളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ സക്കാത്ത് ക്യാമ്പയിൻ ഉദ്ദേശമായി പറയുന്നത്. ഈ സക്കാത്ത് ക്യാമ്പയിൻ ഇങ്ങനെ വ്യാപകമായി പണം പിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം മതം പഠിപ്പിക്കുന്നതിനെതിരാണ് എന്നാണ് സമസ്ത പറയുന്നത്. ഇത്തരത്തിൽ സമസ്ത ജമാഅത്തെ ഇസ്ലാമിക്കും സക്കാത്ത് ക്യാമ്പയിനും ഒക്കെ എതിരായി വന്നു നിൽക്കുന്ന സമയത്താണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഈ സക്കാത്ത് ക്യാമ്പയിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ആശംസ നേരുന്നു എന്നത് മാത്രമല്ല, എല്ലാവരും ഈ സക്കാത്ത് ക്യാമ്പയിന്റെ ഭാഗമാകണമെന്നൊരു ആഹ്വാനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. നേരത്തെ ഈ സക്കാത്ത് ക്യാമ്പയിന്റെ ലോഗോയുടെ 25ാം വാർഷികമാണ്. അതിന്റെ പ്രകാശനം നിർവഹിച്ചത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മുനവർ അലി ശിഹാബ് തങ്ങളായിരുന്നു. ഇങ്ങനെ സമസ്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ഈ സക്കാത്ത് ക്യാമ്പയിനുമെതിരെയൊക്കെ നിരന്തരമായി മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഈ സക്കാത്ത് ക്യാമ്പയിനോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിനെയോ ഒന്നും പിണക്കാൻ തയ്യാറല്ല എന്ന ഉദാഹരണം അവർ ഓരോ സമയവും മുന്നോട്ടേക്ക് വെക്കുകയാണ്. നേരത്തെ മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ സക്കാത്ത് ക്യാമ്പയിന്റെ 25ാം വാർഷികത്തിന് ലോകപ്രകാശനത്തിൽ പങ്കെടുക്കുന്നു, ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ പങ്കിടുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ സംസ്ഥാനതല ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ്. ഇത്തരത്തിൽ സമസ്തയുടെ വിമർശനമൊക്കെ എതിരാകുമ്പോഴും അതിനെ വകവയ്ക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സമസ്ത പ്രധാനമായും പറയുന്നത് ഈ സക്കാത്ത് ക്യാമ്പയിൻ വ്യാപകമായി ഇങ്ങനെ നടത്തുമ്പോൾ അത് ഇസ്ലാം മത അധ്യാപനങ്ങൾക്കെതിരാണ്. ഇസ്ലാം മതം പഠിപ്പിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള സക്കാത്ത് എന്ന് പറയുന്ന ആ വികാരത്തിനെതിരായി നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിന്റെ മതാചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ക്യാമ്പയിനിൽ നടത്തുന്നതെന്നാണ്. അതേ സമയത്ത് തന്നെ ഈ സക്കാത്ത് ക്യാമ്പയിൻ ആശംസകളുമായി അതിന്റെ പ്രവർത്തനങ്ങൾ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ ജനങ്ങളോടും അതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ രംഗത്ത് വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. സക്കാത്ത് ക്യാമ്പയിൻ വ്യാപകമായി പിരിക്കുമ്പോൾ അതിൽ അഴിമതി നടത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സമസ്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CAC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഹക്കീം ഫൈസി അദൃശ്ശേരിയെ CAC-യുടെ ജനറൽ സെക്രട്ടറി ആക്കിയ സമയത്തൊക്കെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായിട്ട് സമസ്തയുടെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. അതായത് CAC-യുടെ വഫിയ സിലബസുകളിലൊക്കെ മുസ്ലിം ബ്രദർഹുഡിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ പാഠ്യപദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമസ്ത നേതാക്കൾ രംഗത്ത് വന്നത്. ആ സമയത്തും CAC-യെ കൈവിടാനോ ഹക്കീം ഫൈസി അദൃശ്ശേരിയെ കൈവിടാനോ ഒന്നും തയ്യാറായില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ CAC നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണത്തെ കണ്ടില്ല എന്ന് നടിക്കാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചത്. ഇപ്പോൾ മറ്റൊരു ആരോപണങ്ങളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും സക്കാത്ത് ക്യാമ്പയിനും ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു ആരോപണവുമായി സമസ്ത രംഗത്ത് വരുന്നു. അതേസമയത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ സക്കാത്ത് ക്യാമ്പയിനും ഒക്കെ ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയ പ്രചരണങ്ങളും നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് ഈ മുസ്ലിം ലീഗ് സമസ്ത തർക്കം മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടുതലായിട്ട് കൂടെ ചേർത്ത് നിർത്താനുള്ള ശ്രമവും നടത്തുന്നു. നേരത്തെ കോൺഗ്രസും LDF-ഉം UDF-ഉം ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പല കാലങ്ങളിൽ വോട്ട് പങ്കിട്ടു എന്നതിനെ പറ്റിയുള്ള ആരോപണങ്ങൾ നിശിതമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ് സഞ്ചരിക്കാൻ ഇഷ്ടമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് സമസ്തയുടെ വിമർശനം തുടരുന്നതിനിടയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരണം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.